പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മൾ സാധാ സ്പീക്കേഴ്സിനെയും ഹോം തിയേറ്ററിനൊക്കെ ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് മാറ്റാനുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതും 60 രൂപ ചിലവിൽ നിങ്ങൾക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിലെ ഹോം തിയേറ്ററിനെയും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറിനെയൊക്കെ നോർമൽ സ്പീക്കറിനെയൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും ബ്ലൂടൂത്ത് സിസ്റ്റത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റീവിൻ്റെ 2.1 സ്പീക്കറുള്ള ഒരു ഹോം തിയേറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് പാനൽ ഇതാ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ. ചെറിയൊരു സർക്യൂട്ട് ബോർഡാണ്, ഉള്ളിൽ ട്രാൻസ്ഫോമർ ഉള്ളിലാണ് വരുന്നത്. ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ അതിൻ്റെ അകത്തൊരു പവർ സോഴ്സ് എടുക്കാത്തത് കാരണം തന്നെ നമ്മളത് നോക്കിയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ സബ് വൂഫർ വരുന്നത് അടിഭാഗത്താണ് കേട്ടോ. ഹോം തിയേറ്ററിൻ്റെ അടിഭാഗത്താണ് വരുന്നത്. ഒരു 4 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സിനിമ അതേപോലെ വീട്ടിലെ ടി വിക്ക് കൊടുക്കുന്നത് നല്ലൊരു ഹോം തിയേറ്റർ വേറെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ അത്യാവശ്യം മൊബൈലിനും അതേപോലെ സിസ്റ്റത്തിനും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലാരിറ്റിയുള്ള സബ് വൂഫറാണ് ക്രിയേറ്റീവിൻ്റെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വയർ സോൾഡർ ചെയ്തെടുത്ത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പിന്നുണ്ടല്ലോ ഇൻപുട്ട് കൊടുക്കുന്നത്, അതായത് നമ്മൾ സോഴ്സ് കൊടുക്കുന്ന ആ സോഴ്സിൻ്റെ ഉള്ളിലെ സർക്യൂട്ട് ബോർഡിൽ നിന്ന് ഞാൻ 3 വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഈ നീല കാണുന്നത് കോമൺ വയർ എടുത്തു. പിന്നെ അതേപോലെ തന്നെ ഈ 2 വയർ, ഒരു വൈറ്റ് കാണുന്നത് പിന്നെ ഇൻപുട്ട് ലെഫ്റ്റും അതേപോലെ ഇൻപുട്ട് റൈറ്റും, അങ്ങനെ 3 വയറാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ 3 വയറും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളെ BT ഡിവൈസ്, അതായത് ഏറ്റവും ചീപ്പ് ലെവൽ, അതായത് 60 രൂപക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇത് ഞാൻ കണ്ണൂരിലെ ഒരു സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഇത് 18 BT എന്നാണ് ഇതിൻ്റെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിൻ ഡയഗ്രാം വളരെ ഈസിയാണ്. അതായത് ഗ്രാൻഡ്, VCC ഔട്ട്, അതായത് ലെഫ്റ്റ് ഔട്ട്, ഗ്രാൻഡ്, പിന്നെ റൈറ്റ് ഔട്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ പിൻ ഡയഗ്രാം വരുന്നത്. ടോട്ടൽ 5 കണക്ഷനേ വരിക. അപ്പോൾ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്തതിൻ്റെ ആ നീല വയർ നമ്മൾ ഇതിൻ്റെ ഗ്രാൻഡ് കൊടുത്തു, റെഡും വൈറ്റും ചേർന്നത് നമ്മൾ ഇതിൻ്റെ റൈറ്റ് ഔട്ട് കൊടുത്തു, വൈറ്റ് വയർ നമ്മൾ ലെഫ്റ്റ് ഔട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ ഇതിലേക്ക് വരുന്ന നമ്മളെ പവർ, അതായത് ഇതിൻ്റെ വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ അതായത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ നമ്മൾ പഴയ മൊബൈൽ ചാർജർ, അതായത് 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു സർക്യൂട്ട്, അതായത് ഒരു ചാർജർ അതിൻ്റെ ഔട്ട് കേസ് നീക്കി അതിൻ്റെ ഉള്ള സർക്യൂട്ട് ബോർഡിൽ നിന്നാണ് നമ്മൾ പവർ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ ഔട്ടിൽ തന്നെ നമുക്ക് 5 വോൾട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ 5 വോൾട്ട് എടുത്തിട്ട് നമ്മളൊരു ബോർഡിൻ്റെ പിന്നെ VCCയിലും അതേപോലെ ഗ്രാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെറിയ ഒരു ബോർഡാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു നോയ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു പ്രിൻറ്റഡ് ബോർഡാണ്. ഇതിൻ്റെ ബോർഡിൻ്റെ ഓരോ സൈഡും ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ICയും SMD ഡിവൈസൊക്കെ വരുന്ന ചെറിയൊരു ഡിവൈസാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഒരു ബ്ലൂടൂത്ത് ഡിവൈസായത്. ഓക്കെ, 60 രൂപയേ ഉള്ളൂ. 60 രൂപ വെച്ചിട്ട് നമുക്ക് ആർക്കും നോർമൽ ഹോം തിയേറ്ററും അതേപോലെ തന്നെ നോർമൽ സ്പീക്കറും ഒക്കെ നമുക്കൊരു ഇതാക്കി മാറ്റാം, സിമ്പിളായിട്ട് ബ്ലൂടൂത്ത് ഡിവൈസാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്തൊക്കെ റെഡിയാക്കി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ഇൻപുട്ട് പിന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുള്ളൂ, ഓഡിയോ സിഗ്നൽ കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്വിച്ചിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതെന്താ കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഉള്ള ഹോം തിയേറ്റർ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഈ ഹോം തിയേറ്ററിൻ്റെ കൺട്രോൾ ഇങ്ങനെയാണ് കണ്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വയറാണ് നമ്മളെ സബിലേക്ക് പോകുന്നത്. അതിൻ്റെ അടുത്ത സെക്ഷനാണ് നമുക്ക് ഈ പിന്നി വരുന്നത്. എവിടെ വെച്ചാൽ നമ്മൾ സോഴ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നി വരുന്നത്. ഇതാണ് ഇതിൻ്റെ തട്ടം. അപ്പോൾ ഈ ഇങ്ങനെ 2 പിന്ന് വരുന്നത് കാരണം തന്നെ ഈ ഒരു പിന്ന് നമ്മൾ ഈ ജാക്കിൽ കണക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഓഡിയോ സിഗ്നൽ നമുക്ക് ഈ സ്പീക്കറിലൂടെ നമുക്ക് കിട്ടുള്ളൂ. ഓഡിയോ സിഗ്നൽ വെറുതെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താലും നമുക്ക് സിഗ്നൽ പുറത്തേക്ക് വരില്ല, അതായത് ഓഡിയോ ഔട്ട്പുട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യുക ആദ്യം. പിന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് നോക്കുക. ഈ ബ്ലൂടൂത്തിൽ 30 BT ഇതാണ് നമ്മുടെ ഈ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തതെല്ലാം കറക്റ്റാണെന്ന് അർത്ഥം. ഇനി വേറൊരു ഇൻഫർമേഷൻ കൂടി, നമ്മളിപ്പം മേടിച്ച ആ ചെറിയ ഡിവൈസ് നമ്മൾ അതിൽ ഒരു VCCയും കാരണം ഈ VCC കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്കത് ബ്ലൂടൂത്ത് ആക്റ്റീവ് ആവില്ല. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓഡിയോൻ്റെ ഗ്രാൻഡും അതേപോലെ ലെഫ്റ്റും റൈറ്റും കൂടെ കണക്ട് ചെയ്താൽ മാത്രമേ ബ്ലൂടൂത്ത് നമുക്ക് എനേബിളായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് പെയർ ചെയ്യുന്നുണ്ട്. പെയർ ചെയ്തതിൻ്റെ പെയർ വിത്ത് വീട്ടിൽ നിന്ന് മെസ്സേജ് വന്നു, നമ്മളത് ഓക്കെ കൊടുക്കുക. യെസ്, സൗണ്ടും വന്നു, നമുക്ക് കണക്റ്റഡ് ഫോർ ഓഡിയോ. അപ്പോൾ നമ്മളെ ഫോണും ഹോം തിയേറ്ററുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫയൽ വെക്കുകയാണ്, എൻ്റെ ഫോണിലുള്ള ഒരു ഫയൽ വെക്കുകയാണ്.
യെസ്, നമ്മളിപ്പോൾ KGF-ൻ്റെ ഒരു മൂവിയാണ് കാണുന്നത്. അവന്റെ പ്രഭാവത്തെ അവസാന ശ്വാസം വരെ ജനം മരക്കില്ല. കേട്ടോ, സിമ്പിൾ. ഫോണായിട്ട് യാതൊരുവിധ കണക്ടിവിറ്റിയും ഇല്ല കേട്ടോ. ഇതാ ഈ കേബിൾ ഞാൻ വെറുതെ വെച്ചതാണ്. ഇതാ ഫോണായിട്ട് യാതൊരുവിധ കണക്ടിവിറ്റിയും ഇല്ല. നമ്മൾ ബ്ലൂടൂത്ത് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതാ ഓഡിയോ കൊടുക്കാം. Make sure the surveillance continues round the clock and don't sell. ആ ചൂണ്ട ആരിട്ടതാണെന്ന് നിനക്കറിയാലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഡിവൈസ് ഞാൻ മേടിച്ചത് കണ്ണൂരിലെ സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ്. 60 രൂപയ്ക്കാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ സ്ഥാപനത്തിലെ നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ.